ശ്രീ രമേശ് ചെന്നിത്തല, വെരി ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടർ TV ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്ന വാർത്ത പലരിലും വല്ലാത്ത നടുക്കമുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ആദ്യഘട്ടത്തിൽ അല്പം അമ്പരന്ന് തന്നെ ഇരുന്നു. കാരണം വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു രാജ്യത്ത് വിവരാവകാശ കമ്മീഷണർ നമുക്ക് നൽകണമെന്ന് പറഞ്ഞ വിവരത്തിൽ അതിന്മേൽ സർക്കാരിന് തന്നെ ഒരു തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് സംസ്ഥാന വിവരാവകാശ ഓഫീസർ, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ നേരത്തെ ഒരു തടസ്സവുമില്ലാത്ത 11 ഖണ്ഡികകൾ ഇപ്പോൾ വെട്ടിമാറ്റിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് 233 പേജുകൾ നമുക്ക് തന്നതിൽ നമുക്ക് ലഭ്യമാകേണ്ട വിവരാവകാശ കമ്മീഷണർക്ക് തടസ്സമില്ലാത്ത സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തരണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ സർക്കാർ ഇടപെട്ട് ഒഴിവാക്കിയിരിക്കുന്നു. അതായത് ഈ റിപ്പോർട്ടിൽ ഒരു ചതി പറ്റിയിരിക്കുന്നു. അത് വിവരാവകാശ നിയമത്തിൻ്റെ അട്ടിമറിയായിട്ടാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാനാവുക? എങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്? തീർച്ചയായിട്ടും അതൊരു വലിയ തോതിലുള്ള ഗൂഢാലോചനയാണ്. കാരണം ഇതിൽ യഥാർത്ഥത്തിൽ പുറത്തു വരേണ്ട ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ കമ്മീഷൻ റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണോ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടത്, അതിൻ്റെ ഏറ്റവും അടിയന്തരമായ പുറത്തുവിടേണ്ട ഭാഗങ്ങളാണ് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്, ആരെയൊക്കെയോ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഇത് പുറത്തുവിടാതിരിക്കാനുള്ള കാരണം. അരുൺ അറിയാമോ, 4 വർഷമായി ഇത് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പൂഴ്ത്തിവെച്ചത്? ഗവൺമെന്റ് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല? ഇപ്പൊ പുറത്തുവിട്ട റിപ്പോർട്ട് തന്നെ പൂർണ്ണമല്ല എന്ന് വരുന്നത് അങ്ങേയറ്റത്തെ തെറ്റായ കാര്യമാണ്. നമ്മളെല്ലാവരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, കേരള ജനത വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ ശ്രീ രമേശ് ചെന്നിത്തല, ഇത് വിവരാവകാശ നിയമത്തിന്റെ ലംഘനമായിട്ടാണ് എല്ലാ നിയമവിദഗ്ധരും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വിവരാവകാശ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഈ സർക്കാരിനെ സംരക്ഷിക്കാൻ ആരുടെ താല്പര്യമാണുള്ളതെന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? കാരണം ഈ 96-ാമത്തെ പേജിൽ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അതിലെ പ്രമുഖരായ നടന്മാർ, അവരുടെ പേര് ഈ കമ്മിറ്റിക്ക് മുൻപാകെയുണ്ട്. ലൈംഗിക ചൂഷണം നടത്തിയവർ ഇവരാണ് എന്ന് 96-ാമത്തെ പാരഗ്രാഫ് പറയുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് വിവരിക്കുകയോ ആ സൂചനകളിലേക്ക് പോവുകയോ ചെയ്യുന്ന 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളാണ് ഇപ്പോൾ സർക്കാർ വിവരാവകാശ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടും അതിൽ നിന്ന് അടർത്തി മാറ്റിയിരിക്കുന്നത്. എക്സാക്ട്ലി, അതാണ് കാര്യം. ഇവർക്ക് ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ വിവരാവകാശ കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ പേജ് പോലും, പാരഗ്രാഫ് പോലും കൊടുക്കാതിരിക്കുന്നത്. ഇത് അങ്ങേയറ്റത്തെ തെറ്റാൻ തന്നെയുമല്ല, ഇതിനകത്തൊരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് തെളിഞ്ഞാൽ കേസെടുക്കാൻ എന്താണ് പ്രശ്നം? എനിക്കത് മനസ്സിലാവുന്നില്ലത്. പോലീസ് ആക്ട് ചെയ്യേണ്ട സമയമല്ലേ? പോസ്കോ കേസുണ്ട്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുണ്ട്, ജോലി ചെയ്യുന്ന സ്ഥലത്തെ അവർക്ക് അപകീർത്തികരമായ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ആക്ട് ചെയ്യുന്നില്ല? അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ അവിടെ പോലീസ് കേസെടുക്കണം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഇത് ഈ റിപ്പോർട്ടിന്റെ പുറത്ത് അടയിരിക്കുകയും ഇപ്പോൾ റിപ്പോർട്ട് മുഴുവൻ തരാതിരിക്കുകയും ചെയ്യുന്നത് കേരള ജനതയോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ്. ഈ ഗവൺമെന്റ് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് മുഴുവൻ റിപ്പോർട്ടും പുറത്തുവിടണം, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം.